വാക്കുകൾ കൊണ്ടും ഉദ്ഘാടനം ചെയ്ത് ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ വിനോദ് ജോർജ്, ആദരണീയനായ മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ശ്രീ വിജയൻ ലാലി, നഗരസഭാ കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ, പ്രിയപ്പെട്ട റൂബിൻ ലാൽ സാറെ, ശ്രീ ജസ്റ്റിൻ ബ്രൂസ്, KK പടിഞ്ഞാറക്കുളത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ഇവിടെ KK പടിഞ്ഞാറക്കുളത്തിൻ്റെ ദീപ്ത സ്മരണയിൽ ഒത്തുചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനെ, KK പടിഞ്ഞാറപ്പുറം ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ ചിത്രങ്ങളും ഓരോരോ ധാരണകളുണ്ട്. ആ ധാരണകൾ ഒന്നു ചേരുമ്പോഴാണ് KK പടിഞ്ഞാറപ്പുറം എന്ന വ്യക്തിത്വം പൂർണ്ണനായിത്തീരുന്നത്. പറയപ്പെടാതെ പോകുന്ന ചില സങ്കല്പനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാവാം. ഏറെ ആളുകൾ പറയുകയും സ്മരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സ്മരണാർഹവും അതോടൊപ്പം തന്നെ മാതൃകാപരവുമായിട്ടുള്ള ചില തലങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം മരിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോൾ പറാൽ നിവാസികൾ അദ്ദേഹത്തെക്കുറിച്ചൊരു അനുസ്മരണം അവിടെ സംഘടിപ്പിക്കുന്നു. ആ അനുസ്മരണത്തിൽ രണ്ടു വാക്ക് പറയണം എന്നതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടപ്പോൾ ആ ദിവസം ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇല്ലാഞ്ഞൊരു ദിവസമായതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി ഞാനൊരു കാര്യം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. KK പടിഞ്ഞാറപ്പുറത്തെക്കുറിച്ച് ഞാൻ അവിടെ ഒന്നും സംസാരിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം ആരായിരുന്നു എന്നുള്ള എൻ്റെ ബോധ്യം ഞാൻ വാക്കുകളിലൂടെ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ ഞാൻ എഴുതി അറിയിച്ചതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏതാണ്ട് ഒരു മണിക്കൂർ സമയം കൊണ്ട് എൻ്റെ മനസ്സിൽ നടന്നു നിന്ന KK പടിഞ്ഞാറപ്പുറത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഒരു 12 പോയിന്റ്സ് അക്കമുണ്ട്. വ്യത്യസ്ത തലങ്ങളിലുള്ള പോയിന്റ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, ഞാൻ അറിയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം ഞാൻ എഴുതി അറിയിക്കുകയുള്ളൂ. എന്തായാലും പിന്നീട് ഞാൻ എഴുതി കൊടുത്ത ആ എൻ്റെ നിരീക്ഷണങ്ങൾ അത് അച്ചടിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫേസ്ബുക്കിൽ അത് വന്നു. KK പടിഞ്ഞാറപ്പുറം ആരാണ് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു നന്മയും നേരും നിറഞ്ഞ മനസ്സോടു കൂടിയ, നലം നിറഞ്ഞ, നലം തികഞ്ഞ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആരോടും ഒരിക്കലും ആരെയും കുറിച്ച് ദോഷകരമായിട്ടൊന്നും സംസാരിച്ചു കേട്ടിട്ടില്ല. പക്ഷെ തനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ എവിടെയും തുറന്നു പറയുവാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിച്ചത്. ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അംബബാലി എന്ന ഒരു ചരിത്ര നോവല്
അതേക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളിലെ ഒരു ക്ലാസ് റൂമിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോൾ ആ പുസ്തകം എനിക്ക് വീട്ടിലെത്തിച്ചിട്ട് അത് വായിച്ച് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. KK പടിഞ്ഞാറേപ്പുറത്ത് ഞാൻ വളരെ മുന്നേ തന്നെ കേട്ടിട്ടുണ്ട്, അറിയാം, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അമ്പവാലി എന്ന നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ എഴുത്തുകാരൻ ആരാണ് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ തൻ്റെ രചനകളെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു മതിപ്പ് അദ്ദേഹത്തിന് തന്നെ ഇല്ലായിരുന്നു എന്ന വിധത്തിൽ അദ്ദേഹം തൻ്റെ രചനകൾ അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ സൂചിപ്പിച്ച 37 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ കുറച്ചധികം സംഭാവനകൾ കൂടി അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ സാഹിത്യത്തിനും നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. MLA ഇവിടെ സൂചിപ്പിച്ചല്ലോ, 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുത്തു തുടങ്ങിയയാളാണ്. 76-ാമത്തെ വയസ്സ് വരെ ആ ഒരു രചനാ സബരിയ, സാഹിത്യ സബരിയ അദ്ദേഹം തുടർന്നു പോകുന്നു. മടുപ്പില്ലാത്ത ഒരു രചന അദ്ദേഹത്തിന്, അതിനുള്ള ഒരു ശീലം എന്നും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. കുമാരനാശാൻ AR രാജരാജവർമ്മയുടെ അകാല വിയോഗത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിലാപകാവ്യം പ്രരോദനം എന്ന പേരിൽ അദ്ദേഹം എഴുതിയപ്പോൾ അതില് അദ്ദേഹം ARനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു തലമുണ്ട്. അത് ഇങ്ങനെയാണ്: ക്ഷീണിക്കാത്ത മനീഷിയും മഷി ഉണങ്ങിയിടാത്ത പൊൻപേര്. ക്ഷീണിക്കാത്ത മനീഷ, എന്നും നവമായി നിൽക്കുന്ന പ്രതിഭയുടെ ഉടമയായിരുന്നു. അങ്ങനെയുള്ള പ്രതിഭയുടെ ഉടമകളെയാണ് മനീഷികൾ എന്ന് വിളിക്കുക. പ്രതിഭാശാലിത്വത്തിന്റെ, എന്നും ഉണർന്നു നിൽക്കുന്ന പ്രതിഭാശാലിത്വത്തിന്റെ ഉടമകളാണ് മനീഷികൾ. അപ്രകാരമുള്ള മനീഷി എന്നാണ് ARനെ കുമാരനാശാൻ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം എന്നും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു, നിരന്തരമായിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. അത് അക്കാദമികമായിട്ടുള്ള കാര്യങ്ങളും സാഹിത്യ രചനകളും ഒക്കെ ഒരേ സമയം അദ്ദേഹത്തിൽ നിന്ന് ധാരാളമായിട്ടുണ്ടായിക്കൊണ്ടിരുന്നു. മഷി ഉണങ്ങാത്ത പൊൻപേന, ഇത് രണ്ടിന്റെയും ഉടമയായിരുന്നു KK പടിഞ്ഞാറേപ്പുറം. ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് മങ്ങലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരിയുടെ ഒരു തരത്തിലുള്ള എല്ലാത്തരം സാംസ്കാരിക വേദികളിലേക്കും അദ്ദേഹം കടന്നു ചെന്നിരുന്നു. അംഗത്വം എടുക്കേണ്ടിടത്ത് അംഗത്വം എടുത്തിരുന്നു. പണം മുടക്കി അംഗത്വം എടുക്കേണ്ടിടത്ത് പണം മുടക്കി തന്നെ അദ്ദേഹം അംഗത്വം എടുത്തിരുന്നു. അടുത്ത കാലത്ത് ഇവിടെ സീനിയർ സിറ്റിസൺസ് ഫോറത്തിൽ ഞാൻ അന്ന് ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആയതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അവിടെ അംഗമാകുന്നതിന് എത്ര ആണോ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ളത്, ആ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു അംഗത്വം എടുത്തു. എല്ലാ ലണ്ടൻപൊടി മീറ്റിങ്ങുകളിലും അദ്ദേഹം കൃത്യമായിട്ട് വരുമായിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുമായിരുന്നു. ഒരു കവിത ചൊല്ലാതെ ഒരിക്കലും അദ്ദേഹം കടന്നു പോവുകയില്ലായിരുന്നു. അപ്പോൾ സാഹിത്യ, തനിക്ക് സ്വന്തമായുള്ള ഒരു സാഹിത്യ ആ സമ്പത്തിന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത്, അവരിലേക്ക് തന്റെ ആ ഒരു സാഹിത്യ വാസനയെ കൊണ്ടെത്തിക്കുന്നതിന് ഏതെങ്കിലും തലത്തിൽ ഒരു പരിവർത്തനം, ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഒരു സാഹിത്യ സൃഷ്ടിയിലൂടെ, തന്റെ സാഹിത്യ സൃഷ്ടിയിലൂടെ സാധ്യമാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ സാമൂഹിക വിമർശന വച്ചു പുലർത്തുന്ന ധാരാളം കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടുകളെല്ലാം അദ്ദേഹം എഴുതി വച്ചിരുന്നു. അതെല്ലാം
അദ്ദേഹം ചെന്നെത്തുന്ന ഇടങ്ങളിലൊക്കെ കഥയുടെ രൂപത്തിലാണെങ്കിൽ അത് പറയുകയും കവിതയുടെ രൂപത്തിലാണെങ്കിൽ അത് ചൊല്ലി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു സംഭവം, അദ്ദേഹം ഒരു സമാന്തര സാഹിത്യത്തിന്റെ വക്താവായിരുന്നു. സമാന്തര സാഹിത്യം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ സാഹിത്യത്തിന്റെ ഒരു തലമുണ്ട്. ആ തലത്തോട് ചേരാതെ അതിന് സമാന്തരമായിട്ട് മുമ്പോട്ട് പോകുന്ന, മറ്റുള്ളവർ തങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് ചിന്തിക്കാതെ സ്വന്തമായ സാഹിത്യ വീക്ഷണത്തെ അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യ വഴിയുണ്ട്. ആ സാഹിത്യ വഴിയാണ് സമാന്തര സാഹിത്യം. ആ സമാന്തര സാഹിത്യത്തിന്റെ വക്താക്കളാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന എഴുത്തുകാർ. അവരൊക്കെ വലിയ വലിയ അവാർഡുകൾ കൊണ്ടൊന്നും ബഹുമാനിതരാകുന്നില്ല, പക്ഷെ ധാരാളമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള സമാന്തര സാഹിത്യത്തിന്റെ വക്താക്കളായിട്ടുള്ള ധാരാളം പേർ, അംഗങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള സാഹിത്യ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അത്തരം പല ഗ്രൂപ്പുകളിലും ഞാൻ അംഗമായിട്ടുണ്ട്. മണർകാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാവ്യാരാമം, ഐമനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരസ്പരം വായനക്കൂട്ടം, ഇങ്ങനെയുള്ള ഈ സമാന്തര സാഹിത്യത്തിന്റെ കൂട്ടായ്മകളിലെല്ലാം ഒരു സജീവ സാന്നിധ്യമായിരുന്നു. പരസ്പരം വായനക്കൂട്ടത്തിൽ ഐമനത്ത് മാസപരിപാടി എന്ന് നടന്നാലും അവിടെ ഒരു കഥ അവതരിപ്പിക്കുന്നതിനോ കവിത അവതരിപ്പിക്കുന്നതിനോ കേൾക്കപ്പെടുന്നവരെപ്പോഴും ചെല്ലുമായിരുന്നു. കാവ്യാരാമത്തിന്റെ വേദികളിൽ മണർകാട്ടായാലും ഓൺലൈനിലായാലും തൻ്റെതായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളുമായിട്ട് കേൾക്കപ്പെടുന്നവരെപ്പുറം മുൻനിരയിലുണ്ടായിരുന്നു. പക്ഷേ ആ സമാന്തര സാഹിത്യകാരന്മാർക്കിടയിലും പ്രത്യേകമായ രീതിയിൽ, സവിശേഷമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു കേൾക്കപ്പെടുന്നവരെപ്പുറം. അത് തിരിച്ചറിയാതെ പോയി എന്നുള്ള ഒരു വലിയ പരിമിതി, അത് എഴുത്തിന്റെ ലോകം, സാഹിത്യത്തിന്റെ ലോകം, വായനക്കാരുടെ ലോകം, ആസ്വാദകരുടെ ലോകം അദ്ദേഹത്തോട് കാണിച്ച ഒരു വലിയ നന്ദികേട് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഏതെല്ലാം രംഗങ്ങളിൽ ഇടപെടാം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജോഫി പുതുപ്പറമ്പ് അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. റേഡിയോ മീഡിയ വില്ലേജിന്റെ അമരക്കാരനാണ് ഇപ്പോൾ അദ്ദേഹം. കഴിഞ്ഞ 10-12 വർഷത്തിലധികമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന 90.8 FM റേഡിയോ, ഇത് തുടങ്ങിയ കാലം മുതല് പ്രഭാത എന്താ വെച്ചാൽ അതിന്റെ പേര് പ്രഭാത കിരണം, അതോടൊപ്പം തന്നെ വൈകിട്ട് സന്ധ്യാവന്ദനവും പ്രഭാത കിരണവും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 ദിവസം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് വേണ്ടി ഊഴിപ്പരപ്പിനോട് ചിലതൊക്കെ പറയുവാൻ എന്ന് വളരെ ഹ്രസ്വമായ കാലത്തേക്ക് ജീവിതം അവസാനിപ്പിച്ചു പോയ ഇടപ്പള്ളി രാഘവൻപിള്ള പറഞ്ഞൊരു വരിയാണിത്. എനിക്ക് വേണ്ടി ഊഴിപ്പരപ്പിനോട് ചിലതൊക്കെ പറയുവാൻ. കേൾക്കപ്പെടുന്നവരെപ്പുറത്തിന് ഈ ഊഴിപ്പരപ്പിനോട്, ഈ സമൂഹത്തോട്, ഈ സാംസ്കാരിക ലോകത്തോട് കുറച്ചല്ല ഏറെ പറയുവാനുണ്ടായിരുന്നു. അത് അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക്, ചങ്ങനാശ്ശേരിയുടെ ആ സാംസ്കാരിക മേഖലയ്ക്ക് വളരെ കൃത്യമായ തലത്തിൽ ഒരു ദിശാബോധം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ KK പടിഞ്ഞാറേപ്പുറം. അത് അക്ഷരസബരിയിലൂടെ ആയാലും, അത് പ്രഭാഷണങ്ങളിലൂടെ ആയാലും അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് നിർവഹിച്ചു. സ്വാർത്ഥതയുടെയോ മറ്റേതെങ്കിലും ലാഭചിന്തയുടെയോ കറപുരളാത്ത ചിന്തകളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരിക്ക് അദ്ദേഹം തീർച്ചയായും ഒരു മാതൃകയായിരുന്നു. നിരവധിയായിട്ടുള്ള ജീവിത മാതൃകകൾ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്ന് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ പലതും നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ സാംസ്കാരിക മേഖലയ്ക്ക് അത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്
നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സമൂഹത്തിന്റെ വെലുപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ എന്ന കവിതയിൽ പറയുന്നത് പോലെ മനസ്സിന്റെ കൂടതട്ടത്തിൽ മരുവുന്ന നിരവധിയായിട്ടുള്ള കൊടുങ്കാടുകളുണ്ട്, മൃഗീയത മരുവുന്നതായിട്ടുള്ള കൊടുങ്കാടുകൾ. ആ കൊടുങ്കാടുകളെ എരിയിച്ചു കളയുന്നതിന്, കത്തിച്ചു കളയുന്നതിന് സാംസ്കാരിക ചിന്തകളുടേതാകുന്ന, ഉന്നത സാംസ്കാരിക ബോധത്തിൻ്റെതാകുന്ന ആ പന്തങ്ങൾ കൊണ്ട് കഴിയണം. അങ്ങനെ ഒരു വലിയ പന്തം കൊളുത്തി വെച്ചിട്ട് വിടവാങ്ങിയ ഒരാളാണ്. മനുഷ്യ മനസ്സുകളിൽ കുടികൊള്ളുന്ന നിരവധിയായ മൃഗീയത മരുവുന്നതായിട്ടുള്ള ആ തലങ്ങളെ സംസ്കരിച്ചെടുക്കുവാൻ തക്ക വിധത്തിൽ അവിടെ സമത്വ ചിന്തയുടെ, മാനവികതയുടെ, സ്നേഹചിന്തയുടേതാകുന്ന അങ്ങനെ ഭൂമിയിൽ ഒരു സ്വർഗത്തെ എങ്ങനെ സാധ്യമാക്കിയെടുക്കാം, സൃഷ്ടിച്ചെടുക്കാം, ഭൂമിയിൽ ഒരു നാഗപുരത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എങ്ങനെ ഇല്ലാതാക്കാം എന്നതിന് ചില സൂചനകളും മാതൃകകളും അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. തീർച്ചയായും ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ സാംസ്കാരിക ധാരയെ ഉയർത്തിപ്പിടിക്കുവാൻ മടിക്കാത്ത ആളുകൾ അത് ഏറ്റെടുക്കണമെന്നും ജീവിതത്തിൽ മാതൃകയാക്കണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.